ക്രിസ്തുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 28-ാം തിരുവാക്യം. ഈശോ അരുളി ചെയ്തു, ആത്മാവിനെയും ശരീരത്തിനെയും നരകത്തിനിരയാക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ദിവസം വളരെ പ്രത്യേകമാവിധം ഞങ്ങൾ പ്രാർത്ഥിക്കുക ദൈവഭയമെന്ന കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ദൈവമേ, ദൈവഭയത്താൽ നിറയപ്പെടുവാനും ജ്വലിക്കപ്പെടുവാനും എൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും, എൻ്റെ ഓരോ സംസാരത്തിലും, എൻ്റെ തീരുമാനത്തിലും ദൈവഭയത്താൽ നിറയപ്പെട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തീരുമാനമെടുക്കുവാനും അതുവഴി എൻ്റെ ഈ ലോക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ദൈവഭയത്തിൻ്റെ കൃപയാൽ അഭിഷേകം ചെയ്യപ്പെട്ട് നയിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവഭയത്തിലും ദൈവസ്നേഹത്തിലും നിറയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ഇന്നു മുതൽ അങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപയാൽ ദൈവഭയത്താൽ ഇന്ന് ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേ